വേണ്ടടാ, എൻ്റെ മരിയ കൊച്ചിനത് താങ്ങാൻ പറ്റില്ല. ഇച്ചായ, ഞാൻ ഇച്ചായൻ്റെ ഭാര്യയാണ്. ഇച്ചായൻ നിറഞ്ഞു നിൽക്കുന്ന വികാരം ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും പ്രണയമാണെങ്കിലും കാമമാണെങ്കിലും അതെല്ലാം ഇച്ചായൻ എന്നിൽ പ്രകടമാക്കാം. ഇച്ചായൻ്റെ 2 മക്കളുടെ അമ്മയാണ് ഞാൻ. ഈ റിച്ചിയുടെ ഏത് ഭാവവും ഏറ്റുവാങ്ങാൻ എൻ്റെ മനസ്സിനും ശരീരത്തിനും കഴിയും. ഞാൻ ഈ ചെകുത്താൻ്റെ കൊച്ചല്ലേ. റിച്ചി പെട്ടെന്ന് മരിയുമായി ഒന്ന് മറിഞ്ഞു. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. നീ എന്നും ഈ റിച്ചിക്ക് ഒരു ലഹരിയാണ് മരിയ. നിന്നിൽ ലയിച്ചു ചേരുന്ന ഓരോ നിമിഷവും എനിക്ക് പുതിയ അനുഭൂതിയാണ് നൽകുന്നത്. നീ എന്ന പെണ്ണിൽ മാത്രമാണ് റിച്ചി അടിമപ്പെട്ടത്. നീ എനിക്ക് എൻ്റെ ഭാര്യ മാത്രമല്ല, അമ്മയാണ്, സഹോദരിയാണ്, കാമുകിയാണ്, കൂട്ടുകാരിയാണ്, മകളുമാണ്. സ്നേഹം കൊണ്ട് നീ എന്നെ വീർപ്പ് മുട്ടിക്കുമ്പോൾ, നിന്നെ അലിഞ്ഞു ചേരുമ്പോൾ എനിക്ക് എന്നെ തന്നെ നഷ്ടമാകുന്നു. നിനക്ക് വേദനിക്കുമെന്നറിയാമെങ്കിലും നിന്നിൽ നിന്ന് ഒരു മോചനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രമേൽ നീ എന്നിൽ ഭ്രാന്തമായി പടർന്നിരിക്കുന്നു. മരിയ റിച്ചിയുടെ തല താഴ്ത്തിപ്പിടിച്ച് ചുംബിച്ചു. കാമം കൊണ്ട് മാത്രമല്ല ഞാൻ നിന്നിലേക്ക് ഓരോ നിമിഷവും അലിഞ്ഞു ചേരുന്നത്. നിന്നോടുള്ള എൻ്റെ സ്നേഹം അത് പ്രകടിപ്പിക്കാൻ എനിക്ക് ഇങ്ങനെ പറ്റൂ. അച്ഛനോടും അമ്മയോടും സുഹൃത്തിനോടും സഹോദരങ്ങളോടും മക്കളോടും ഉള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് ഒരുപാട് മാർഗമുണ്ട്. നമ്മുടെ ജീവിത പങ്കാളിയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്ന, പ്രണയിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാതയാണ് ഇത്. നിന്നിൽ ഓരോ നിമിഷവും അലിയുമ്പോഴും എൻ്റെ സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ ഭാവങ്ങൾ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ തന്നെ നീ അറിയണം. ആത്മാർത്ഥ സ്നേഹത്തിന്, പ്രണയത്തിന് ഒരിക്കലും മടുപ്പുണ്ടാകില്ല. ശരീരം മാത്രം ആഗ്രഹിക്കുമ്പോഴാണ് അവിടെ മടുപ്പുണ്ടാവുന്നത്. റിച്ചിയുടെ ഓരോ വാക്കും മരിയയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. സ്നേഹത്തിനും പരസ്പര വിശ്വാസത്തിനും വിള്ളൽ വീഴുന്നത് ശരീരം മാത്രം ആഗ്രഹിക്കുമ്പോഴാണ്. ആത്മാർത്ഥമായ സ്നേഹത്തിന് ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്തോറും ആഴം കൂടിക്കൊണ്ടിരിക്കും. താനും അതിപ്പോൾ അറിയുന്നുണ്ടെന്ന് മരിയയ്ക്ക് മനസ്സിലായി. നിറഞ്ഞ സ്നേഹത്തോടെ, പ്രണയത്തോടെ മരിയ വീണ്ടും റിച്ചിയെ തന്നിലേക്ക് സ്വീകരിച്ചു. സ്നേഹത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ പരസ്പരം നൽകിയ വാക്കുകളുടെ കെട്ടുറപ്പിൽ ആ രാത്രി പുലരുവോളം അവർ പരസ്പരം മത്സരിച്ചു സ്നേഹിച്ചു. വെളുപ്പിനെ എപ്പോഴോ നിദ്രയെ പുലുകി. രാവിലെ കണ്ണു തുറന്ന മരിയയുടെ കണ്ണിൽ ആദ്യം മുടക്കിയത് റിച്ചിയുടെ മാലയുടെ അറ്റത്തുള്ള സ്വർണ്ണക്കുരിശാണ്. തലയുയർത്തി റിച്ചി ഒന്ന് നോക്കിക്കൊണ്ട് ആ സ്വർണ്ണക്കുരിശിൽ അമർത്തി മുത്തിക്കൊണ്ട് പുതപ്പെടുത്ത് പൊതിച്ചുകൊണ്ട് മരിയ ബാത്റൂമിലേക്ക് പോയി. ഷവർ ഓൺ ചെയ്ത് ദേഹത്തുകൂടി തണുത്ത വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ ദേഹത്ത് പലയിടത്ത് നീറ്റ് അനുഭവപ്പെടുന്നത് മരിയ അറിഞ്ഞു. ആ വേദനയും സുഖമുള്ളൊരു അനുഭൂതിയായി തോന്നി മരിയയ്ക്ക്. റിച്ചി കണ്ണു തുറക്കുമ്പോൾ അരികിൽ മരിയയില്ലായിരുന്നു. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് ഒരു ചിരിയോടെ റിച്ചി എഴുന്നേറ്റ് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് മുണ്ടെടുത്ത് കൊടുത്തു. റിച്ചി കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്നു. തൻ്റെ മുഖത്ത് പടർന്നിരിക്കുന്ന മരിയയുടെ സിന്ദൂരത്തിലൂടെ റിച്ചി പതിയെ വിരലൊടിച്ചു. കഴുത്തിലെ നെഞ്ചുമായി കാണുന്ന ചുവന്ന പാടുകളിലേക്ക് റിച്ചിയുടെ കണ്ണെത്തി. റിച്ചി നെഞ്ചിലെ ചുവന്ന പാടുകളിലൂടെ വിരലോടിച്ചതും പുറകിലൂടെ 2 കൈകൾ റിച്ചിയുടെ വയറിനെ ചുറ്റിപ്പിടിച്ചു. കുളിച്ചിറങ്ങിയ മരിയയുടെ ദേഹത്ത് തണുപ്പ് റിച്ചിയിലേക്ക് പടർന്നു തുടങ്ങി. മരിയ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് റിച്ചിയുടെ ഇടത് കൈയിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് നിന്നു. എന്തുവാ പെണ്ണെ നീ കാണിച്ചു വെച്ചേക്കുന്നേ? തൻ്റെ കഴുത്തിലെ പാടിൽ വിരലോടിച്ചുകൊണ്ട് റിച്ചി ചോദിച്ചു. എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തില്ലല്ലോ. മരിയ ഇല്ലാതെ നിഷ്കളങ്കത മുഴുവൻ വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. ദേഹം മുഴുവൻ കടിച്ചു പറിച്ചിട്ട് എന്താ പെണ്ണിൻ്റെ ഒരു നിഷ്കളങ്കത? റിച്ചി കണ്ണാടിയിലൂടെ മരിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അയ്യടാ, പറയുന്നത് കേട്ടാൽ തോന്നി ഇച്ചാൻ്റെ ദേഹത്ത് മാത്രമേ പാടുകളൊക്കെ ഉള്ളൂന്നു. ഇതിലും വലിയ പാടൊക്കെ എൻ്റെ ദേഹത്ത് പലയിടത്തും ഉണ്ട്. കള്ളച്ചിരിയോട് റിച്ചിയോട് പറഞ്ഞുകൊണ്ട് മരിയ തിരിഞ്ഞു നടന്നതും റിച്ചി മരിയയുടെ കൈ പിടിച്ച് വലിച്ച് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. എൻ്റെ കൊച്ചി എങ്ങോട്ട് ഓടുവാ? റിച്ചിയും ഒരു കള്ളച്ചിരിയോട് മരിയോട് ചോദിച്ചു. രാവിലെ കിന്നിരിക്കാൻ നിൽക്കാതെ അങ്ങോട്ട് മാറിക്കയിച്ചായ മക്കൾ ഉണർന്നതിന് മുമ്പ് താഴെ ചെന്ന് വല്യമ്മയെ സഹായിക്കട്ടെ. റിച്ചിയുടെ കൈ തൻ്റെ ഇടുപ്പിൽ നിന്ന് മയക്കാൻ ശ്രമിച്ചുകൊണ്ട് മരിയെ പറഞ്ഞു. അവിടെ അടങ്ങി നിൽക്ക് മരിയെ കൊച്ചെ, അടുക്കളയിൽ വല്യമ്മയും കത്രീനാമച്ചയും കാണും. റിച്ചി മരിയുടെ ഇടുപ്പിലൂടെ കൈ ഒന്നുകൂടി മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ രാവിലെ മോൻ്റെ ഉദ്ദേശം? മരിയ ഒരു കപടദേശത്തോട് റിച്ചിയോട് ചോദിച്ചു. ഈ ഭാവം എൻ്റെ മരിയ കൊച്ചിന് തീരെ ചേരില്ല കേട്ടോ, റിച്ചി ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞുകൊണ്ട് മരിയയെ നോക്കി. അപ്പോഴും മരിയ റിച്ചിയെ കൂർപ്പിച്ച് നോക്കി നിൽക്കുവാണ്. ഇച്ചായന് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. റിച്ചി പറഞ്ഞത് കേട്ട് മരിയ എന്തോ എന്ന പോലെ നെറ്റി തുളിച്ച് റിച്ചിയെ നോക്കി. എൻ്റെ മരിയ കൊച്ചി ഇത്ര റൊമാൻറ്റിക് ആണെന്ന് ഇച്ചായന് ഇന്നലെയാണ് മനസ്സിലായത്. ഇനി എന്ന് ഇതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോകാം കേട്ടോ, കുസൃതിയോട് റിച്ചി മരിയോട് പറഞ്ഞു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാകില്ലേ മോനെ? ഈ ചെകുത്താൻ എല്ലാം കൂടി താങ്ങാനുള്ള സ്റ്റാമിന ഉണ്ടോ? റിച്ചിയുടെ കഴുത്തിലൂടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് റിച്ചി പറഞ്ഞ അതേ ടോണിൽ മരിയയും മറുപടി പറഞ്ഞു. ഇച്ചായന് സ്റ്റാമിന ഉണ്ടോ ഇല്ലയോ എന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ല കൊച്ചേ. വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ റൗണ്ട് കൂടി നോക്കാം. എന്ത് പറയുന്നു? റിച്ചി ഒരു പ്രത്യേക ഇണത്തിൽ പറഞ്ഞതു മരിയ റിച്ചിയെ പുറകിലേക്ക് തള്ളി മാറ്റി. അയ്യടാ, എന്താ ചെറുത്താൻ്റെ ഒരു ആഗ്രഹം, പോയി കുളിക്കാൻ നോക്കി. മരിയ അതും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റിച്ചിയിൽ ആ പുഞ്ചിരി മായാതെ നിന്നിരുന്നു. മരിയ അഴിച്ചിട്ട ടവലും എടുത്തുകൊണ്ട് റിച്ചി ബാത്റൂമിലേക്ക് പോയി. റിച്ചി കുളിച്ചിറങ്ങുമ്പോഴേക്കും റിച്ചിയുടെ ഉണർന്നു കിടന്ന് വായിൽ വിരൽ വെച്ച് നുണഞ്ഞുകൊണ്ട് കിടക്കുവാണ്. കുറുക്ക് കഴിക്കാൻ തുടങ്ങിയെങ്കിലും റിച്ചുട്ടൻ ഇപ്പോഴും പാലുകൂടിയാണ് കൂടുതലും.
റീക്കുട്ടിക്ക് ഈ ഒരു കാര്യത്തിൽ വലിയ നിർബന്ധമില്ല. വിശപ്പിന് എന്ത് കിട്ടിയാലും റീക്കുട്ടി ഹാപ്പിയാണ്. റിച്ചൂട്ടനെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി മുഖമൊക്കെ കഴുകി ഇറങ്ങുമ്പോഴേക്കും മരിയ റൂമിലെത്തിയിരുന്നു. മരിയെ കണ്ട ഉടനെ റിച്ചൂട്ടൻ കരഞ്ഞിരുന്നു കൊണ്ട് മരിയുടെ ദേഹത്തേക്ക് ചായാൻ തുടങ്ങിയിരുന്നു. മരിയ റിച്ചൂട്ടനെയും കൊണ്ട് ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുന്ന റിച്ചൂട്ടന് പാൽ കൊടുക്കാൻ തുടങ്ങി. കണ്ണാടിയിൽ മുടി ചീകി ഒതുക്കി ഷർട്ട് എടുത്തിട്ടുകൊണ്ട് മരിയ ഒന്ന് തിരിഞ്ഞു നോക്കി. റിച്ചൂട്ടൻ കണ്ണടച്ച് ആസ്വദിച്ച് പാൽ കുടിക്കുവാണ്. ഈ ചെക്കൻ ഇത് തന്നെ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ടേസ്റ്റ് ഉണ്ടെങ്കിലും വേണ്ടില്ല, റിച്ചി മരിയെ നോക്കി പറഞ്ഞത്. മരിയ മുഖം കൂർപ്പിച്ച് റിച്ചിയെ നോക്കി. സത്യമാടി ഒരു ടേസ്റ്റും ഇല്ല, റിച്ചി മരിയയുടെ അടുത്തേക്ക് ഒഴിഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞത്. മരിയ റിച്ചിയുടെ മൂക്കിൽ പിടിച്ച് വലിച്ചു. ഭാ. പുറകിൽ നിന്നും കുട്ടിയുടെ വിളിയേട്ട് റിച്ചി തിരിഞ്ഞു നോക്കി. റിച്ചിക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് ബെഡിൽ കിടക്കുകയാണ്. റിച്ചി റിയക്കുട്ടിയെ കോരിയെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു പിടിക്കുന്നുണ്ട്. അതിനനുസരിച്ച് റിയക്കുട്ടി പൊട്ടിച്ചിരിക്കുന്നുമുണ്ട്. റിച്ചൂട്ടൻ പാൽ കുടിച്ച് കഴിഞ്ഞതും റിച്ചി റിയക്കുട്ടിയെ മരിയുടെ കയ്യിലേക്ക് കൊടുത്തു. റിയക്കുട്ടിയുടെ പാൽ കൂടി കഴിഞ്ഞതും റിച്ചിയും മരിയും രണ്ടുപേരെയും എടുത്തുകൊണ്ട് താഴേക്ക് വന്നു. അവർ താഴെ എത്തിയപ്പോൾ എല്ലാവരും കഴിക്കാനായി അവരെയും കാത്ത് ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു. ഹാളിൽ തറയിലെ കൈപ്പാട്ടങ്ങൾ എടുത്തു വെച്ച് കൊടുത്ത് റിയക്കുട്ടിയും റിച്ചൂട്ടനെയും അവിടെ എത്തി റിച്ചിയും മരിയും കഴിക്കാനിരിക്കുമ്പോൾ മുഴുവൻ ബെന്നിയുടെ നോട്ടം അല്ലുവിൻ്റെ മുഖത്തായിരുന്നു. അല്ലു ഇടയ്ക്ക് നോക്കുമ്പോൾ ബെന്നി തന്നെ നോക്കുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോൾ അല്ലു നാണത്തോടെ തലകുനിച്ചിരുന്ന് ആഹാരം കഴിക്കും. രണ്ടിൻ്റെയും കാട്ടുകൂട്ടൽ കണ്ട് റിച്ചിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ആ കൊച്ചു ചുള്ളിക്കമ്പ് പോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി നീ ഇങ്ങനെ അതിനെ നോക്കി ഒഴുക്കാതെടാ, റിച്ച് അല്ലുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ബെന്നിയുടെ ചെവിയിലായി പറഞ്ഞു. പിന്നെ നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. മരിയെ പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാതെ അല്ലുവിനോട് എന്തോ സംസാരിച്ചുകൊണ്ട് ആഹാരം കഴിക്കുവാണ്. റിച്ചി ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല. അത് കണ്ടപ്പോൾ റിച്ചിയുടെ മുഖം കൂർത്തു വന്നു. റിച്ചിയുടെ മുഖം കണ്ട് ബെന്നി അടക്കി പിടിച്ച് ചിരിക്കാൻ തുടങ്ങി. അടങ്ങിയിരുന്ന് കഴിച്ചിട്ട് എനിക്ക് പോട കോപ്പേ. ബെന്നിയുടെ ചിരി കണ്ട് ദേഷ്യം വന്ന് റിച്ചി ബെന്നിയുടെ ചെവിയിൽ പറഞ്ഞു. ഇനി അവൾ നോക്കാത്തതിൻ്റെ ദേഷ്യം നീ എന്നോട് തീർക്ക്. ബെന്നി റിച്ചിയെ നോക്കി ഒന്ന് പുച്ഛിച്ചു. ബെന്നിയുടെ സംസാരം കേട്ട് റിച്ചി മരിയെ ഒന്ന് നോക്കി. മരിയ അപ്പോഴും അല്ലുവിനോട് സംസാരിച്ചുകൊണ്ട് ആഹാരം കഴിക്കുവാണ്. അത് കണ്ട് റിച്ചിക്ക് ഒരു കുസൃതി തോന്നി. റിച്ചി പതുക്കെ തൻ്റെ കാലിൽ നീട്ടി മരിയയുടെ കാലിലൊന്ന് തൊട്ടു. മരിയ റിച്ചി ഒന്ന് നോക്കി. ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിലിരുന്ന് ആഹാരം കഴിക്കുകയാണ് റിച്ചി. മരിയ വീണ്ടും ആഹാരം കഴിക്കാൻ തുടങ്ങിയതും റിച്ചി മരിയയുടെ കാലിൽ കൂടി തൻ്റെ കാലുകൾ പതുക്കെ സാരിക്കിടലിലും മുകളിലേക്ക് ചലിപ്പിച്ചുകൊണ്ടിരുന്നു. റിച്ചിയുടെ പ്രതീക്ഷിക്കാതെയുള്ള നീക്കത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന നെറുകയിൽ കയറി മരിയെ ചുമക്കാൻ തുടങ്ങി. എന്തു പറ്റി മോളെ? കത്രീനാമച്ചി മരിയയുടെ നെറുകയിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. അല്ല അപ്പോഴേക്കും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് മരിയയ്ക്ക് കുടിക്കാൻ കൊടുത്തു. മരിയ റിച്ചി ഒന്ന് കൂർപ്പിച്ച് നോക്കി. എന്താ മരിയ, ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് നിനക്കറിയില്ലേ? കണ്ടില്ലേ ഇപ്പോൾ നെറുകയിൽ കയറിയത്? റിച്ചി ഒന്നും അറിയാത്ത പോലെ മരിയോട് പറഞ്ഞത്. മരിയ മുഖം വെറുപ്പിച്ച് റിച്ചി ഒന്ന് നോക്കിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. കഴിക്കാനിരിക്കുമ്പോഴെങ്കിലും അതിന് കുറച്ച് സ്വസ്ഥത കൊടുക്കട നാറി. ബെന്നി പറയുന്നത് കേട്ട് റിച്ചി നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. അവൻ്റെ ഒരു കീണി. മനുഷ്യനായി ഇത്രയ്ക്ക് ആക്രമണം പാടില്ല. പിന്നെ റിച്ചിക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. അതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല മോനെ. ഇരിക്കുന്നവളെ കെട്ടി നീ കൂടെ പൊറപ്പിക്കാൻ നോക്കുക, അപ്പോൾ മനസ്സിലാകും. കഴിച്ചു കഴിഞ്ഞ് ബെന്നിയും റിച്ചിയും ഉമ്മർത്തിരുന്ന് മുൻപിലെ കാഴ്ച കണ്ടിരിക്കുവാണ്. മരിയ അല്ലുവും ദേവാനന്ദനും ഗീതയും റിച്ചൂട്ടനും റീക്കുട്ടിയും കൂടി മുറ്റത്ത് നിന്ന് കളിക്കുവാണ്. റീക്കുട്ടിയും റിച്ചൂട്ടനും ഇപ്പം ആരുടെയും സഹായമില്ലാതെ പിച്ച് നടക്കും. ഈ 6ഉം 60ഉം ഒരുപോലെയാണെന്ന് പറയുന്നത് ശരിയാണല്ലേടാ? കുഞ്ഞുങ്ങൾക്കൊപ്പം കളിക്കുന്ന ദേവാനന്ദനെയും ഗീതയും നോക്കിക്കൊണ്ട് റിച്ചി ബെന്നിയോട് പറഞ്ഞു. ബെന്നിയാണെങ്കിൽ ഇതൊന്നും കേട്ടതുപോലുമില്ല. കുഞ്ഞുങ്ങൾക്ക് പിറകെ ഓടുന്ന അല്ലുവിൽ തങ്ങി നിൽക്കുവാണ് ബെന്നിയുടെ കണ്ണുകൾ. എൻ്റെ അമ്മച്ചി! പുറത്ത് റിച്ചിയുടെ കൈ പതിഞ്ഞപ്പോൾ ബെന്നിയോ വേദനയോട് പറഞ്ഞു. നിനക്ക് എന്താണ് പുല്ലെ വട്ടായോ? നീ അവളെ ഇങ്ങനെ വായി നോക്കുമ്പോൾ തൊട്ടടുത്ത് അവളുടെ തന്ത നിൽക്കുന്ന എന്നുകൂടി ഓർക്കണം. റിച്ചി ബെന്നിയോട് പറയുന്നത് കേട്ട് ബെന്നി റിച്ചി ഒന്ന് നോക്കി ഇളിച്ചു കാട്ടി. നല്ല കുട്ടിയാ മോനെ, അമ്മച്ചിക്ക് ഇഷ്ടമായി. നീ ധൈര്യമായി വളച്ചോടാ. കത്രീനാമ്മച്ചി അവരുടെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. അതൊക്കെ എപ്പോഴേ വളച്ചൊടിച്ച് ഞാൻ കുപ്പിയിലാക്കി, ബെന്നി നാണത്തോടെ കത്രീനാമ്മച്ചിയോട് പറഞ്ഞു. ബെന്നിയുടെ നാണം കണ്ട് റിച്ചിയുടെ കണ്ണ് തള്ളിപ്പോയി. നിന്നെ ഞാൻ സമ്മതിച്ചു. ഇവിടെ വന്നു കയറിയിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, കത്രീനാമ്മച്ചി ബെന്നി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. പാലേക്കൽ മാത്യൂസിനെ 2 ദിവസം കൊണ്ട് വളച്ചെടുത്ത കത്രീനാമ്മച്ചിയുടെ മോനല്ലേ ഞാൻ, അപ്പോൾ മോശമാകുമോ? ബെന്നി പറയുന്നത് കേട്ട് റിച്ചിയും കത്രീനാമ്മച്ചിയും ഒന്ന് ചിരിച്ചു. അപ്പോൾ എങ്ങനെയാണ് അമ്മച്ചി, ഇന്ന് തന്നെ അങ്കിളിനോട് സംസാരിച്ചാലോ? റിച്ചി കത്രീനാമ്മച്ചിയുടെ തോളിൽ കൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. അത് വേണ്ട, വീട്ടിൽ ചെന്ന് അപ്പച്ചായനോട് കൂടി സംസാരിച്ചിട്ട് മതി. കത്രീനാമ്മച്ചി പറഞ്ഞത് ശരിയാണെന്ന് റിച്ചിക്കും തോന്നി. അല്ല അമ്മച്ചി, ഇനി അപ്പച്ചൻ എൻ്റെ ജീവിതത്തിൽ ഒരു യൂദാസാകുമോ? ചെക്ക, എൻ്റെ അച്ചായൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഒറ്റ മോനെ കാള പോലെ വളർന്നു എന്നൊന്നും ഞാൻ നോക്കില്ല, നല്ല പേട വെച്ച് തരും. ബെന്നി അടിക്കാനായി കൈ ഓന്നുന്നത് പോലെ കാട്ടി കത്രീനാമ്മച്ചി പറഞ്ഞു. അതല്ല അമ്മച്ചി, പണ്ടുള്ളവർ പറയാറില്ലേ, പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവർക്ക് പിന്നെ പ്രേമിക്കുന്നവരെ കാണുമ്പോൾ കലിയിളകുമെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അങ്ങനെ നീ ഇപ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ഓരോന്ന് ഊഹിച്ചെടുക്കണ്ട. അച്ചായനോട് ഞാൻ സംസാരിച്ചോളാം. എൻ്റെ അമ്മച്ചി മുത്താണ്. ബെന്നി കത്രീനാമ്മച്ചിയുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു.
കാര്യവട്ടം ക്യാമ്പസ് തിരുവനന്തപുരം. ആ ബോർഡ് കാണുന്തോറും മരിയയുടെ കണ്ണുകൾ വിടരുകയും സന്തോഷവും സങ്കടവും കൊണ്ട് ഒരുപോലെ നിറഞ്ഞൊഴുകുകയും ചെയ്തു. വല്യച്ഛ ഇടർന്ന ശബ്ദത്തോടെ മരിയെ വിളിച്ചു. ഇന്നലെ പോകുന്നതിന് മുമ്പ് റിച്ചിനോട് പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ. ബാംഗ്ലൂരിൽ ഏതോ കോളേജിലാണ് മോൾക്ക് അഡ്മിഷൻ ശരിയാക്കിയത്. മടങ്ങി പോകുന്നില്ലെന്ന് തീരുമാനിച്ചപ്പോൾ പിന്നെ അഡ്മിഷൻ റെഡിയാക്കി. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പഠിക്കാൻ. പക്ഷേ ഞാൻ ഇച്ഛാനോടൊന്നും പറഞ്ഞിട്ടില്ല. ചോദിക്കാതെയും പറയാതെയും നമ്മുടെ മനസ്സറിയുന്ന ഒരു ജീവിത പങ്കാളെ കിട്ടൂ എന്നത് ഭാഗ്യമാണ് മോളെ. എൻ്റെ കുട്ടി ഒരുപാട് വിഷമിച്ചിട്ടില്ലേ? മോളെ ഓർത്ത് വിഷമിക്കാതെ ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ മറ്റെന്തിനേക്കാളും നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് സന്തോഷമാണ്. റിച്ചിയെപ്പോലെ നിന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല മോളെ. ദേവാനന്ദൻ പറയുന്നത് കേട്ട് മരിയ മനസ്സ് നിറഞ്ഞൊരു ചിരി സമ്മാനിച്ചു. ദേവാനന്ദനൊപ്പം മുൻപോട്ട് നടക്കുമ്പോഴും ആ ക്യാമ്പസിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹര കാഴ്ചകളൊന്നും മരിയ കണ്ടിരുന്നില്ല. അവളുടെ മനസ്സ് മുഴുവൻ ആ ചെകുത്താനിലായിരുന്നു. തൻ്റെ സന്തോഷം മുഴുവൻ ആ നെഞ്ചോട് ചാഞ്ഞു നിന്ന് പങ്കിടാൻ മരിയയുടെ ഉള്ളം തുടിച്ചു. പ്ലസ് ടു കഴിഞ്ഞ് തുടർന്ന് പഠിക്കണമെന്ന് കരുതിയതാണ്. അപ്പോഴാണ് മാധവൻ്റെ ചതി തിരിച്ചറിയുന്നത്. ജീവിതത്തിലെ സ്വപ്നങ്ങളും ആഗ്രഹവുമെല്ലാം മറന്നുകൊണ്ടാണ് ജീവിതവും ജീവനും മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് ആ രാത്രിയിൽ ഓടി രക്ഷപ്പെട്ടത്. മായമഴയുടെ അടുത്ത് ചെന്നുപെട്ടതും നിലവേശി റിച്ച് കൂടെ കൂട്ടിയപ്പോൾ ജീവനും ജീവിതവും അവിടെ അവസാനിച്ചു എന്ന് കരുതിയതാണ്. പക്ഷെ എല്ലാം മാറ്റിക്കുറച്ചുകൊണ്ടാണ് പിന്നീടുള്ള സംഭവങ്ങൾ നടന്നത്. 18 വയസ്സിൽ റിച്ചിയുടെ അംശത്തെ ഉദരത്തിൽ പേറി ആ താലി ഏറ്റുവാങ്ങുമ്പോഴും പ്രണയച്ചൂടിൽ ഉറങ്ങുണരുമ്പോഴും പിന്നീട് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഓരോ നിമിഷവും സ്നേഹം കൊണ്ട് തന്നെ തോൽപ്പിക്കുകയാണ്. മരിയ എന്ന പെണ്ണിന് ഇന്നും ഒരു വിസ്മയമാണ് റിച്ചി. പ്രിൻസിപ്പലിൻ്റെ റൂമിന് പുറത്തെത്തിയപ്പോഴാണ് മരിയ തൻ്റെ ചിന്തകൾക്ക് വിരാമം വിട്ടത്. അകത്തേക്ക് കടക്കാൻ പെർമിഷന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് മരിയ ആ ക്യാമ്പസിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത്. പ്യൂൺ വന്ന് വിളിച്ചത് മരിയയും ദേവാനന്ദനും കൂടെ അകത്തേക്ക് പ്രവേശിച്ചു. അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം തീർത്ത് 2 ആഴ്ച കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുമെന്ന് അറിഞ്ഞു. അവർ അവിടെ നിന്ന് മടങ്ങി. റിച്ചിയെ വിളിച്ച് സംസാരിക്കാനായി ഫോൺ എടുത്തപ്പോഴേക്കും റിച്ചിയുടെ മെസ്സേജ് കണ്ടു. നല്ല തിരക്കാണ്, ഇനി 2 ദിവസം കഴിഞ്ഞേ വിളിക്കൂ. എന്തോ അത് കണ്ടപ്പോൾ മരിയയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. വീട്ടിലെത്തി അല്ലുവിനോടും വല്യമ്മയോടും വീണ്ടും പഠിക്കാൻ പോകുന്ന കാര്യം പറയുമ്പോഴും റിച്ചിയോട് സംസാരിക്കാൻ പറ്റാത്ത വിഷമം ഉള്ളിൽ ഉണ്ടായിരുന്നു. 2 ദിവസം 2 മണിക്കൂർ പോലെ കഴിഞ്ഞുപോയി. 2 ദിവസം കഴിഞ്ഞിട്ടും റിച്ചിയുടെ ഫോൺ കോളൊന്നും വന്നില്ല. അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, മെസ്സേജ് അയച്ചാൽ സീൻ ചെയ്യും, മറുപടിയൊന്നും അയക്കില്ല. അതും കൂടി ആയപ്പോൾ മരിയയ്ക്ക് ഒരുപോലെ വിഷമവും ദേഷ്യവും തോന്നി. രാത്രി ആഹാരം കഴിക്കിയിരിക്കുമ്പോഴും മരിയയുടെ വീർപ്പിച്ചു കിട്ടിയ മുഖം കണ്ട് എല്ലാവർക്കും ചിരി വന്നു. എന്താ ശ്രീകുട്ടി, നിന്റെ ഇച്ചായനെ ഇതുവരെ വിളിച്ചില്ലേ? 2 ദിവസം തിരക്കാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചതുമില്ല, അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കില്ല. മോരുടെ ഇങ്ങ് വരട്ടെ, മിണ്ടില്ല ഞാൻ. മരിയ പറയുന്നത് കേട്ട് അവർ 3 പേരും സ്റ്റെയറിൻ്റെ മുകളിലേക്ക് നോക്കി. ദയനീയമായ മുഖത്തോടെ അവിടെ നിൽക്കുന്ന റിച്ചിയെ കണ്ട് അവർ ചിരി കടിച്ചു പിടിച്ചു. മരിയ കഴിച്ചു കഴിഞ്ഞ് മുകളിലെ മുറിയിലേക്ക് പോയി. മരിയയുടെ പോക്ക് കണ്ട് ദേവാനന്ദനും ഗീതയും അല്ലും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് എല്ലാവരും അവരുടെ മുറികളിലേക്ക് പോയി. മരിയ റൂമിലേക്ക് കയറി ബെഡിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളൊന്ന് നോക്കിയിട്ട് ബാത്റൂമിലേക്ക് കയറി. ഫ്രഷായി ഇറങ്ങിയ മരിയയുടെ കണ്ണുകൾ ബെഡിൽ ഹെഡ് ബോർഡിൽ ചാരിയിരിക്കുന്ന റിച്ചിയെ കണ്ടു വിടർന്നു. ചായ. മരിയ ഓടിച്ചെന്ന് റിച്ചിയെ കെട്ടിപ്പിടിച്ചു. റിച്ചി മരിയയെ തിരികെ പുണർന്നു. സന്തോഷം കൊണ്ട് മരിയ റിച്ചിയുടെ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടി. മരിയ കൊച്ചെ. കുസൃതി നിറഞ്ഞ റിച്ചിയുടെ വിളി കേട്ടപ്പോഴാണ് മരിയയ്ക്ക് ബോധം വന്നത്. എന്തോർത്തതുപോലെ മരിയ പെട്ടെന്ന് റിച്ചിയെ തള്ളിമാറ്റി ബെഡിൽ കയറി ഭിത്തിയോട് ചേർന്ന് നിന്നു. റിച്ചി മരിയയെ നോക്കി ഒന്ന് ചിരിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഓൺ ചെയ്തു. റിച്ചി മരിയയുടെ അടുത്തേക്ക് കിടന്ന് വയറ്റിൽ കൈയിട്ട് ചുറ്റിപ്പിടിച്ചതും മരിയ റിച്ചിയുടെ കൈയെടുത്ത് മാറ്റി. എൻ്റെ മരിയ കൊച്ചിന് എന്തു പറ്റി? ഇച്ചാൻ എന്നോട് മിണ്ടപ്പോൾ ഞാൻ ഇച്ചായനോട് പിണക്കമാ. ആണോ? എന്നിട്ട് നേരെ കെട്ടിപ്പിടിച്ചപ്പോഴും ഉമ്മ വെച്ചപ്പോഴും ഈ പിണക്കം കണ്ടില്ലല്ലോ. അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയിട്ടാ. അതുപോട്ടെ, എൻ്റെ മരിയ കൊച്ചി എന്തിനാ ഇച്ചാനോട് പിണങ്ങിയത്? 2 ദിവസം തിരക്ക്, അത് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇച്ചാൻ എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ വിളിച്ചിട്ട് ഫോണും എടുത്തില്ല, മെസ്സേജ് അയച്ചിട്ട് മറുപടിയും തന്നില്ല. കൊച്ചുകുട്ടികളെ പോലെ പരാതി പറയുന്ന മരിയെ കാണി റിച്ചിക്ക് അവളോട് വാത്സല്യം തോന്നി. അവിടെ ചെന്നിട്ട് നല്ല തിരക്കായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് എൻ്റെ മരിയ കൊച്ചിനെ കാണാതെ അത്രയും ദിവസമൊന്നും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് മടങ്ങി വരാനായി എല്ലാം ഓടി നടന്ന് ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ മരിയ കൊച്ചിനൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതിയല്ലേ ഇച്ചാൻ വിളിക്കാതെ വന്നത്? ആണോ എന്ന ഭാവത്തിൽ മരിയ റിച്ചിയെ നോക്കി. വാത്സല്യത്തോടെ റിച്ചി മരിയയുടെ നെറ്റിയിൽ അമർത്തി മുത്തി. റിച്ചിയുടെ ആ ഒരു ചുംബനത്തിൽ മരിയയുടെ എല്ലാ പരിഭവവും അലിഞ്ഞില്ലാതെയായി. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.